യാത്രയുടെ മുന്നോടിയായി നടക്കാവ് മണ്ഡലത്തിൽ നടത്തുന്ന വാഹന പ്രചരണ യാത്രയുടെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. നമുക്കറിയാം, ഈ യാത്രയിൽ നമ്മൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന ഒരു പുതിയ ആശയമുണ്ട്. ആ ആശയം മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്നുള്ളതാണ്. ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്കുള്ളിൽ ഉണ്ടാവുന്ന ഒരു ആശയമുണ്ട്, എന്താണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലൊരു ആശയവുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. നമുക്കറിയാം, 2014 മോദി ഗവൺമെന്റ് അധികാരത്തിലേറിയതിനു ശേഷം ഈ 10 വർഷം പിന്നിടുമ്പോൾ അദ്ദേഹം കേരളത്തിന് നൽകിയിട്ടുള്ള സമഗ്രമായ സംഭാവനയെക്കുറിച്ച് ഈ നാട്ടിലെ പൊതുജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുക എന്നുള്ളതാണ് ഈ യാത്രയുടെ കൃത്യമായ ലക്ഷ്യമെന്ന് പറയുന്നത്. കേരളത്തിലെ പത്രമാധ്യമങ്ങളടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും ദിവസേന മോദി ഗവൺമെന്റിനെതിരെ വർഗീയ പരാമർശങ്ങൾ നടത്തി, നമ്മുടെ നാട്ടിലെ വിഘടനവാദം നടത്തി, എക്കാലത്തും BJPക്കെതിരെ ഉണ്ടാക്കാവുന്ന ഒരു നരേറ്റീവ് സൃഷ്ടിക്കുക എന്നതിൽ അവരെപ്പോഴും വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മോദിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള, അദ്ദേഹം പങ്കെടുത്തിട്ടുള്ള കേരളത്തിലെ എല്ലാ പൊതുപരിപാടികളിലും ഈ നാട്ടിലായ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകള്, പ്രമുഖ വ്യക്തികൾ, സാംസ്കാരിക നായകരെല്ലാം തന്നെ BJPയുടെ വേദി പങ്കിടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. എന്താണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമ്മുടെ പത്രമാധ്യമങ്ങൾ ഏത് തരത്തിലാണോ മോദി ഗവൺമെന്റിനെതിരെ ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് BJPക്കെതിരെയുള്ള വാർത്തകൾ സൃഷ്ടിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇന്ന് നാട്ടിലെ പൊതുജനത്തിന്, സാമാന്യ ബോധമുള്ള ജനങ്ങൾക്കത് മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളതാണ്. നമുക്കറിയാം, മോദി ഗവൺമെന്റ് അധികാരത്തിലേറിയ സമയത്ത് അദ്ദേഹം നാട്ടിലെ ജനങ്ങളോട്, സാധാരണക്കാരായ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഞാൻ നിങ്ങളുടെ പ്രധാനമന്ത്രിയാണ് എന്നുള്ളതാണ്. അദ്ദേഹം പാർലമെന്റിലെ ആദ്യ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തെ സ്വച്ഛ സുന്ദരമായ രാജ്യമാക്കാനാണ് എന്റെ പരിശ്രമം എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, സ്വച്ഛ ഭാരത് എന്ന പദ്ധതി അദ്ദേഹം തുടക്കം കുറിച്ചപ്പോൾ അദ്ദേഹം കക്കൂസ് ഉണ്ടാക്കുന്ന പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞ് കളിയാക്കിയവരാണ് അന്നത്തെ അച്യുതാനന്ദ ഗവൺമെന്റ് അടക്കമുള്ള ആളുകൾ. ഇന്ന് ആ കണക്കുകൾ പുറത്തു വന്നപ്പോൾ ഏകദേശം 3 ലക്ഷം കക്കൂസുകളാണ് ഈ കേരളത്തിൽ മാത്രം നിർമ്മിക്കപ്പെട്ടത് എന്നുള്ളതാണ് വസ്തുത. സാധാരണപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ച്, സ്ത്രീകളെ സംബന്ധിച്ച് അവര് വിറകടുപ്പിലായിരുന്നു നമ്മുടെ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അവരുടെ ഭക്ഷണം പാകം ചെയ്യാനുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞു, എന്റെ സ്ത്രീകളെ അവരുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ ഉജ്ജ്വൽ ഭാരത് പദ്ധതിയോടുകൂടെ ഞാൻ സൗജന്യ ഗ്യാസുകൾ നൽകുന്നു. ഇന്ന് കേരളത്തിൽ ഏകദേശം 3,60,000 ഗ്യാസ് കണക്ഷനുകളാണ് മോദി ഗവൺമെന്റ് ഈ കേരളത്തിന് വേണ്ടി മാത്രമായി സംഭാവന നൽകിയിട്ടുള്ളത്. കർഷകരെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു, നമ്മുടെ നാട്ടിന്റെ നട്ടിൽ എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് കാർഷിക രാജ്യമാണ്. അതുകൊണ്ട് എന്റെ രാജ്യത്തെ ആ കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾക്ക് ഞാൻ രൂപം നൽകുമെന്ന് പറഞ്ഞു. അദ്ദേഹം കിസാൻ സമ്മാൻ പദ്ധതി പ്രകാരം 1 വർഷം 6,000 രൂപ കൊടുക്കുന്ന പദ്ധതി നേരിട്ട് കർഷകരുടെ അക്കൗണ്ടിലേക്കുന്ന പദ്ധതിക്ക് രൂപം കൊടുത്തു. ആ പദ്ധതി പ്രകാരം മാത്രം കേരളത്തിലെ 36 ലക്ഷം പേർക്കാണ് അതിന്റെ പദ്ധതിയുടെ ഭാഗമായി ഗുണഭോക്താക്കൾക്ക് പണം ലഭിച്ചത്. ഏകദേശം 8,600 കോടി രൂപയാണ് കേരളത്തിന് മാത്രം ഈ 10 വർഷ കാലഘട്ടത്തിനതിൽ മോദി ഗവൺമെന്റ് ചെലവാക്കിയത്. ഇന്നിപ്പോ മുഹമ്മദ് റിയാസ് ഓരോ ദിവസവും റോഡിലൂടെ നടന്ന്, ദേശീയപാതയിലൂടെ നടന്നുകൊണ്ട് ചില കോപ്രായങ്ങൾ കാട്ടും നമ്മൾ കാണുന്നുണ്ട്. ഇന്നിപ്പോ അവരെല്ലാ സ്ഥലത്തും പറയുന്നത്, ആ ഗവൺമെന്റിന്റെ, കേരള സർക്കാരിന്റെ ഗവൺമെന്റിന്റെ വലിയ നേട്ടമായി അവർ പ്രതിപാദിക്കുന്നത് ദേശീയപാത വികസനമാണ്. എന്താ ദേശീയപാത വികസനത്തിന്റെ കണക്ക്? കേരളത്തിലെ ദേശീയപാത വികസനത്തിന്റെ 25% തുക ഞങ്ങൾ ചെലവഴിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ സംസ്ഥാന സർക്കാർ, ആ സംസ്ഥാന സർക്കാർ ആകെ ഈ ദേശീയപാത വികസനത്തിന് നൽകിയിട്ടുള്ള പണം എന്ന് പറയുന്നത് 5,580 കോടി രൂപയാണ്. 1,65,000 കോടി രൂപയാണ്
കേന്ദ്ര സർക്കാർ കേരളത്തിലെ ദേശീയപാത വികസനത്തിന് മാത്രം നൽകിയിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ. ചരിത്രത്തിൽ 60 വർഷത്തോളം ഭരിച്ച UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലോ CPMന്റെ ഏതെങ്കിലും പിന്തുണയോടെ വിളിച്ചിട്ടുള്ള ഏതെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ കാലഘട്ടത്തിലോ ഇത്തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനം കേരളത്തിലേക്ക് സാധ്യമാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മുടെ പാർലമെന്റ് MP MK രാഘവന്റെ ഒരു ബോർഡുകൾ ഞാൻ ഈ കോഴിക്കോടിന്റെ പല പരിസരങ്ങളും കാണാൻ സാധിച്ചു. അദ്ദേഹത്തിന് ഒരു പൗരസ്വീകരണം ലഭിക്കുകയാണ്. ആരാണ് ഈ പൗരസ്വീകരണം സംഘടിപ്പിക്കുന്നത്? കോൺഗ്രസ് തന്നെ. ആ കോൺഗ്രസ് ഒരു പൗരസ്വീകരണം സംഘടിപ്പിക്കുകയാണ്. എന്താണ് പൗരസ്വീകരണം? അദ്ദേഹത്തിന്റെ പ്രയത്നത്തിന്റെ ഫലമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് പണം ലഭിച്ചു എന്നാണ് ഇപ്പൊ അവരുടെ വാദം. നാണമുണ്ട് ഇവർക്ക്. കഴിഞ്ഞ 3 തവണയായി ഇവിടെ MP ആയിട്ടുള്ള MK രാഘവൻ അദ്ദേഹത്തിന്റെ പാർട്ടി ഇന്ത്യ രാജ്യം ഭരിച്ചപ്പോൾ 1 രൂപ പോലെയെങ്കിലും ഈ കോഴിക്കോട് കോർപ്പറേഷനകത്ത് ഏതെങ്കിലും ഒരു പദ്ധതിക്കോ അല്ലെങ്കിൽ കോഴിക്കോട് പാർലമെന്റിനകത്ത് ഏതെങ്കിലും ഒരു പദ്ധതിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? നമുക്കറിയാം, റെയിൽവേ സ്റ്റേഷൻ വികസനം എന്ന് പറയുന്നത് ഈ കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂരുണ്ട്, വടകരയുണ്ട്, കൊയിലാണ്ടിയുണ്ട്, ഗുരുവായൂരുണ്ട്, തിരുവനന്തപുരമുണ്ട്, എറണാകുളം അടക്കമുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും വികസിപ്പിക്കുകയാണ് മോദി ഗവൺമെന്റ്. 447 കോടി രൂപയാണ് നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് വേണ്ടി വികസനത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഇപ്പോൾ അടുത്ത മാസം പണി തുടങ്ങാനിരിക്കുമ്പോഴാണ് MK രാഘവൻ MP പറയുന്നത് അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ടാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷന്റെ വികസനം എന്നത്. എന്തൊരു വിഡ്ഢിത്തരമാണ്! ഇതാണ് ഞങ്ങൾ പറയുന്നത്. മോദി ഗവൺമെന്റ് കേരളത്തിന് കൊടുക്കുന്ന എല്ലാ പദ്ധതികളും തങ്ങളുടെ പേരിലാക്കുക എന്നുള്ളതിനുപരിയായി സ്വന്തമായി ഒരു പദ്ധതിയോ പണമോ ചെലവാക്കാനുള്ള സാമ്പത്തിക ശക്തിയില്ലാതെ നമ്മുടെ കേരളം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദികള്? കേരളത്തിലെ ഈ കഴിഞ്ഞ 55 വർഷം മാറി മരുഭരിച്ച UDFും CPMും നേതൃത്വം നൽകുന്ന ഈ 2 മുന്നണികളും കേരളത്തിലെ എക്കാലത്തും കടമെടുത്ത് മുടിപ്പിക്കുന്ന പദ്ധതികളല്ലാതെ ഈ കേരളത്തിന് റവന്യൂ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? ഇന്നിപ്പോ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടില് വിദ്യാർത്ഥികളുമായി ഒരു മുഖാമുഖം പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. എന്താണ് മുഖാമുഖം പരിപാടിയുടെ ഉദ്ദേശം? അവർ പറയുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളെല്ലാം തന്നെ വിദേശത്തേക്ക് ചേക്കേറുകയാണ് എന്നുള്ളത്. കേരളത്തിൽ +2 പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരന്റെ മക്കൾ പോലും 5-6 ലക്ഷം രൂപയുടെ ലോൺ സംഘടിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ആ സാഹചര്യം ഇല്ലാതാക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് മുഖാമുഖം പരിപാടി സംഘടിപ്പിക്കുന്നു പോലും. എന്നാണ് ഇതിന്റെ അർത്ഥം? ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ തകർച്ചത് ആരാണ്? SFI പോലുള്ള സംഘടനകള് ഈ നാട്ടിലെ ഈ ക്യാമ്പസുകൾ നടത്തിയിട്ടുള്ള അരാജകാവസ്ഥ എന്തായിരുന്നു? ക്യാമ്പസുകളെ രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകമാക്കി മാറ്റുക എന്നുള്ളതിനുപരി ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ പഠിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുവാൻ SFI പോലുള്ള സംഘടനകൾ ഈ കേരളത്തിലെ കലാലയങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? സാധാരണക്കാരന്റെ മക്കളെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത് എന്റെ മകൻ എങ്ങനെയെങ്കിലും പഠിച്ച് ഒരു ജോലി നേടണം, അവന്റെ ജീവിതം രക്ഷപ്പെടണം എന്നുള്ളതാണ്. അതുകൊണ്ട് ആ സാഹചര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഓരോ രക്ഷിതാക്കളും എങ്ങനെയെങ്കിലും ലോൺ എടുത്തുകൊണ്ട് തങ്ങളുടെ മക്കളെ വിദേശത്തേക്ക് പറഞ്ഞയക്കുകയാണ്. അപ്പോഴാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു പറയുന്നത് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഏജൻസികളെ നിയന്ത്രിക്കുമെന്ന്. ഈ പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ കോഴ്സുകൾ സംഘടിപ്പിക്കുന്നതിനോ അത് പഠിച്ചിറങ്ങിയാൽ ഇവിടെ അവർക്ക് ജീവിക്കാനുള്ള ജീവിത സാഹചര്യവും തൊഴിലെടുക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാനോ ഇവർക്ക് ചെയ്യാൻ സാധിക്കാതെ അവരെന്ന് ഓരോ സഭകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ കഴിഞ്ഞ ദിവസം വയനാട്ടില് 2 ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ആ 2 ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട സമയത്ത് ഇവിടെ ശശീന്ദ്രൻ മന്ത്രി ഗസ്റ്റ് ഹൗസിൽ കിടന്നുറങ്ങുകയാണ്. ഒരു മന്ത്രി എന്ന നിലയിൽ അവിടെ ജീവൻ പെട്ട് നഷ്ടപ്പെട്ട ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന മന്ത്രി ഗസ്റ്റ് ഹൗസിൽ AC റൂമിൽ കിടന്നുറങ്ങുന്ന അവസ്ഥയാണ് ഈ കേരളത്തിലുള്ളത്. നമുക്കറിയാം, കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും അവിടെ ഏതെങ്കിലും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ആ അപകട സ്ഥലത്ത് നേരിട്ടെത്തുന്ന മന്ത്രിമാരെ നമുക്ക് കാണാൻ സാധിക്കും. ഏത് മന്ത്രിയും നിങ്ങൾ എടുത്തു നോക്കൂ, അവർ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന മന്ത്രിമാരാണ്. അവരെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങളാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത്.
അങ്ങനെയുള്ളൊരു നരേന്ദ്രമോദി സർക്കാരാണ് ഈ രാജ്യം ഭരിക്കുന്നത്. ഇന്നിപ്പോ കേരളത്തിൽ നിന്ന് നമ്മൾ ഇലക്ഷനെ നേരിടുന്ന സമയത്ത് പത്രമാധ്യമങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്ര സീറ്റ് ലഭിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ തിരുവനന്തപുരം ജയിക്കുമോ, നിങ്ങൾ തൃശ്ശൂർ ജയിക്കുമോ, നിങ്ങൾ കോഴിക്കോട് ജയിക്കുമോ എന്നുള്ളതൊക്കെയാണ് അവരുടെ സംശയം. ഞങ്ങൾ അർത്ഥസംഖ്യക്കില്ലാതെ പറയുന്നു, ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കോഴിക്കോട് നിന്നും ഭാരതീയ ജനതാ പാർട്ടിക്ക് താമര ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു വരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ചെറിയ ചെറിയ പരിപാടികളുമായി ഞങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് എത്തുന്നത്. അതിനെക്കുറിച്ച്, സുകന്യാ സമൃദ്ധിയെ കുറിച്ച്, ജൻധൻ അക്കൗണ്ടിനെ കുറിച്ച്, ദേശീയപാതയെ കുറിച്ച്, ഗരീബ് കല്യാൺ യോജന പദ്ധതിയെ കുറിച്ച്, ഇങ്ങനെ 100 പദ്ധതികൾ ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി നടത്തിയിട്ടുള്ള 100 പദ്ധതികൾ ഈ കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളായി ഞങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അത്യുജ്വലമായ വിജയം ഈ കേരളത്തിൽ